കോഴിക്കോട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. രാസലഹരി കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ, സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകർ കുറ്റ്യാടിയിൽ റോഡ് ഉപരോധിച്ചു. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ലിനറ്റ്, പ്രഫുൽ കൃഷ്ണൻ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണാം. എന്താവശ്യപ്പെട്ടായിരുന്നു ഈ മാർച്ച്? ബിനിൽ, കഴിഞ്ഞ മാസമാണ് കുറ്റ്യാടി ഭാഗത്ത് നിന്ന് രാസലഹരിയുമായി നൽകുകയും അതോടൊപ്പം തന്നെ അത് നൽകി മറ്റുള്ളവരെ പീഡിപ്പിച്ചു എന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കുറ്റ്യാടി പോലീസിലാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഒരു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതായിരുന്നു ആദ്യത്തെ കേസ്. അതിനെ തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അതും പോക്സോ അടക്കമാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ അറസ്റ്റിലായ 2 പേർ അജിനാസും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് ഇത്തരത്തിലുള്ള രാസലഹരി നൽകി പീഡിപ്പിച്ച ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് BJP മാർച്ച് ഇന്ന് നടത്തിയിരിക്കുന്നത്. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച്. ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടാകുകയും അതിൽ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പരിക്കേറ്റ പ്രവർത്തകരെ റോഡിൽ ഇരുത്തിക്കൊണ്ട് അവിടെ റോഡ് ഗതാഗതം ഉപരോധിച്ചുകൊണ്ടുള്ള സംഘർഷമായിരുന്നു ഈ ഒരു കുറ്റ്യാടി റോഡിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് ഇടപെട്ട് സംയോജിതമായ ഇടപെടൽ മൂലം പിന്നീട് ഈ ഒരു സംഘർഷാവസ്ഥ മാറുകയും പരിക്കേറ്റ പ്രവർത്തകരെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് BJPയുടെയും ആവശ്യം. കഴിഞ്ഞ ദിവസം അവിടെ യൂത്ത് ലീഗും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് മാർച്ചും മറ്റ് ഉപരോധങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നു.